നമസ്കാരം, ന്യൂസ് 99 വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഞായറാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന BP അങ്ങാടി നേർച്ചയുടെ സുഗമമായ നടത്തിപ്പിന് കർശന നിർദ്ദേശങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളുമായി പോലീസ്. സാധാരണ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, ഇവിടെ വരുന്ന ആളുകളൊക്കെ മാന്യന്മാരും സുന്ദരന്മാരും ശുഷ്കാന്തിയുള്ളവരും സർവോപരി എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ആനയുമായിട്ട് വരുന്ന ആളുകൾ, ആനയുടെ ഫിറ്റ്നസ് നിങ്ങൾക്കറിയാം. ആന എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ്. നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ കൂടെ, ചെണ്ടന്റെ കൂടെ ഒക്കെ ഒപ്പം നടക്കുന്നുണ്ടെങ്കിലും എപ്പോഴാണ് അതിന്റെ സ്വഭാവം മാറുന്നത് പറയാൻ പറ്റില്ല. മോട്ടോർ സൈക്കിളുകാരെ പോലെ തന്നെയാണ്. അത് എപ്പോഴാണ് വളയ്ക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോ വേണമെങ്കിലും അത് തിരിഞ്ഞു കുത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന്, വെറ്റിനറി ഡോക്ടർമാരിൽ നിന്നും അതിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം. ഇനി ആഘോഷം ആണ്, ആനയ്ക്കും ആഘോഷമാണ്, നമുക്കും ആഘോഷമാണ് എന്ന് കരുതി പാപ്പാൻ വല്ലാതെ ആഘോഷിക്കരുത്. പാപ്പാനെ ആഘോഷത്തിന് വിടരുത്. ആന ഫിറ്റായിരിക്കണം, പാപ്പാൻ ഫിറ്റ് ആവരുത്. അതേത് ഫിറ്റാ? ചില ആനകളാണ് പാപ്പാനെ കൊണ്ടെടുക്കുന്നത്. പാപ്പാന് വഴിയറിയാതെ ആന പോകുന്ന വഴിയെ പാപ്പാൻ പോകുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആനയുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം. വൈകുന്നേരമാണല്ലോ നിങ്ങൾ എഴുന്നള്ളപ്പൊക്കെ, ഉച്ചയ്ക്കൊന്നുമില്ലല്ലോ. അപ്പൊ അത് കൺട്രോൾ ചെയ്താൽ മതി. പിന്നെ ഈ DJ സിസ്റ്റം, നാസിക് ഡോൾ മുതലായവ നമ്മൾ അനുമതി കൊടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കാർക്ക് പ്രശ്നമില്ല. ഇത് കൊണ്ടുവരുന്ന മൈക്ക് സെറ്റുകാരനും വണ്ടിക്കാരനും മാത്രമേ പ്രശ്നമുള്ളൂ. അവർ രണ്ടാളും ഇവിടെ കുടുങ്ങിക്കിടക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. റോഡില് പടക്കം പൊട്ടിക്കുന്ന രീതി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ തൃശ്ശൂർക്കാരുടെ ആഘോഷങ്ങളിൽപ്പെട്ടാണ്. DJയുടെയും നാസിക് ഡോളിന്റെയും ഉപയോഗത്തിന് വിലക്ക്. ആനകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാൻ 18 കേന്ദ്രങ്ങളിൽ പിക്കറ്റ് പോസ്റ്റ് ഒരുക്കുന്നതായും പോലീസ്. നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും പെട്ടിവരവ് കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗത്തിലാണ് പോലീസ് നിർദ്ദേശങ്ങൾ നൽകിയത്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ DYSP E ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വരവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ CI KJ ജിനേഷ് നൽകി. നിയന്ത്രിക്കേണ്ട ആൾക്കാരെ നിയന്ത്രിക്കേണ്ട സാഹചര്യം വരെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടതുമാണ്. നമ്മുടെ ഈ നിങ്ങളുടെ വരവില് ആനകളുള്ള വരവ് കമ്മിറ്റിക്കാരൊക്കെ അത് ഈ പറയുന്ന സംഗതികൾ തീർച്ചയായിട്ടും വെരിഫൈ ചെയ്യണം കേട്ടോ. ആനയ്ക്ക് വേണ്ടതായിട്ടുള്ള അവര് എല്ലാവരും പറയുന്നത് സംഭവങ്ങളുണ്ട് എന്ന് പറയും. അത് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് കൺസേൺഡ് ഉദ്യോഗസ്ഥർ, ഈ കൺസേൺഡ് വരവ് കമ്മിറ്റിക്കാർക്ക് തന്നെയാണ്. സോഷ്യൽ ഫോറസ്ട്രിയുടെ വേണം, വെറ്റിനറി ഡോക്ടറിന്റെ വേണം. അത് മനസ്സിലായില്ല. ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. മൈക്ക് ഉപയോഗിക്കുന്നതിന് ഡീജലില്ല, ഒരു സിറ്റിലും ഡീജലില്ല. ഡീജൽ ഉണ്ടാവാറുന്ന വരവുകളാണ്. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റെതായിട്ടുള്ള ആളുകളും ഓരോ തരത്തിലുള്ള ആഘോഷങ്ങളും. ഇപ്പോ എന്റെ ടീമിലുണ്ടാകുന്ന ഐറ്റംസുകളായിരിക്കില്ല അടുത്ത ടീമിലുണ്ടാകാം. വ്യത്യസ്തമായിട്ടായിരിക്കും. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഓരോ പ്രോഗ്രാമുകൾ കാര്യങ്ങളുണ്ടാകാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോ നമ്മുടെ പരിധി വിട്ടിട്ട് ചിലപ്പോ കഴിച്ച് പോകുന്ന നമ്മളാണെന്നില്ല. നമുക്ക് ഭാരവാഹികളാണ്, നമ്മളൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് സാധ്യതയില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ആളാണ്. നമ്മുടെ വരവിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ആളാണ്. ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ വരാൻ പാടില്ല. അല്ലെ, ശരിയല്ലേ? നമ്മൾ വരവിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളാകുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് മറ്റൊരാളെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞു പോകുന്നത് നമ്മളെല്ലാവരും എന്തായിരിക്കണം, നോർമലായിട്ട് വളരെ നല്ല രീതിയിൽ അടക്കും ചുറ്റിയോടും കൂടി വേണം നമ്മളുടെ വരവിനെ നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും നമ്മുടെ പള്ളി വരെയുള്ള, നമ്മുടെ ജാരം വരെയുള്ള സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതും അത് അവസാനിപ്പിക്കേണ്ടതും നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമുക്ക് സാധാരണ ഇപ്പൊ ക്ഷേത്രങ്ങളിലും ഇതിലും ഒന്നും ഇല്ലാത്ത ഒരു ഇതെന്ന് വെച്ചാൽ ശരിക്കും ഭാരവാഹികൾ വന്ന് സ്വീകരിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ലെ, ഓരോ വരവിനെയും
നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭാരവാഹികൾ വരുന്നു, സ്വീകരിക്കുന്നു. സ്വീകരിച്ച് ആനയിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പള്ളി മൈതാനത്തേക്ക് നമ്മൾ കയറുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ സമയക്രമം തന്നിട്ടുണ്ട്. ഈ സമയക്രമം നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കാനായിട്ട് ശ്രമിക്കാം. സമയക്രമം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ ആ സമയത്തിന് നമ്മൾ ഒരാൾ വഴി ഒരു സമയക്രമം നമ്മൾ വ്യത്യാസം വരുമ്പോൾ അത് ബാക്കിയുള്ള പുറകിൽ വരുന്ന എല്ലാവരുടെയും സമയത്തിന് വ്യത്യാസം വരാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു സമയം ഓൾറെഡി എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ആയുധമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്തിന് തന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മളെ വരവേൽക്കാനും മറ്റും ഭാരവാഹികൾ ഉണ്ടായിരിക്കും. പെട്ടിവരവുകൾ സമയക്രമം പാലിക്കണമെന്നും വരവുകൾക്ക് നേതൃത്വം നൽകുന്നവർ മദ്യലഹരിയിലായിരിക്കരുതെന്നും മദ്യപിച്ചെത്തുന്നവരെ വരവുകളിൽ പങ്കെടുപ്പിക്കരുതെന്നും CI നിർദ്ദേശിച്ചു. നേർച്ച നടത്തിപ്പിന് 10 നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നിയമപരമായ എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡിൽ പടക്കം പൊട്ടിക്കുന്നതും കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിനും വിലക്കിയിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസ് സഹായം തേടണമെന്നും പോലീസ് നടപടികളോട് സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത് പിഴ ചുമത്തും. ജാറം മൈതാനിയിലും പരിസരങ്ങളിലും CCTV സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടു. ആഘോഷ വരവുകളിൽ പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കുന്നത് പ്രാദേശികവാദമാണെന്ന് DYSP ചൂണ്ടിക്കാട്ടി. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനെത്തുന്നവരെ മുൻകരുതൽ അറസ്റ്റിലൂടെ തടവിലാക്കുമെന്ന് DYSP വ്യക്തമാക്കി. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.